കാരണം ഈ കോൺഗ്രസിൽ ഇരുന്ന് അത്ര കേട്ട ചരിത്രമൊന്നും എനിക്ക് കേൾക്കില്ല. അപ്പൊ അതുകൊണ്ട് ഇവിടെ വന്നാൽ ഒന്നുമില്ലെങ്കിൽ സ്ത്രീകൾക്ക് ഒരു ബഹുമാനം കൊടുക്കുന്ന പാർട്ടികൾക്ക് സ്ഥാനമാനം. അതുകൊണ്ട് തന്നെ എനിക്ക് വന്നതിൽ ആരെന്ത് പറഞ്ഞാലും എനിക്കൊരു പേടിയില്ല. ആരെന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം സഹിക്കാവുന്നതിൻ്റെ അച്ഛൻ മരിച്ച് 14 കൊല്ലമായിട്ട് ഞാൻ കിട്ടിയ ചവിട്ട്, ഞാൻ അനുഭവിച്ച അപമാനം, ഇതെല്ലാം ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടായതല്ല. എൻ്റെ മനസ്സിൽ ഞാൻ കൂട്ടി ഇത് ഞാൻ ചെയ്യുന്നത് എൻ്റെ അച്ഛനും കൂടി വേണ്ടിയിട്ടാണ്. കാരണം അച്ഛൻ അച്ഛ അപമാനം ഞാൻ ഈ നാട്ടുകാരോട് മുഴുവൻ വിളിച്ചു പറയും. ഞാനൊരു ബുക്ക് എഴുതിയ ഞാനൊരു ബുക്ക് എഴുതിയ ഈ പറയുന്ന ഒരാൾക്ക് തലയെടുത്ത് നടക്കാൻ പറ്റില്ല. പല കാര്യങ്ങളും തെളിവോടുകൂടിയാണ് എൻ്റെ ഉള്ളത്. പക്ഷെ ഞാനത് ചെയ്യാത്ത എൻ്റെ മാന്യതയാണ്. ഇത്രയും കാലം ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് അവരെ കുറ്റം പറഞ്ഞു പോരുന്ന രീതി. പക്ഷെ ഞാൻ എപ്പോഴും പറയും, എന്നെ വല്ലാണ്ട് ആരും ചൊറിയരുത്. കാരണം അത്രയും വേദനയോടുകൂടി നിൽക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ ഇപ്പൊ വന്നിട്ടുള്ളത് ചെറിയൊരു ആളാണെങ്കിലും എല്ലാം ഒന്നിനൊന്ന് മികച്ച ആൾക്കാരാണ് വന്നിട്ടുള്ളത്. ഇപ്പൊ ഈ മനുവായാലും രാധാകൃഷ്ണൻ ഇവരൊക്കെ അതെ. ഇവര് ഈ തൃശ്ശൂർ ടൗണില്, കാരണം ഞാനിപ്പോ എന്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിലത്തെ ആൾക്കാരെ മാത്രമേ ഞാനിപ്പോ ബന്ധപ്പെടാറുള്ളൂ. മറ്റവരോടത്ത് ഞാൻ ബന്ധപ്പെട്ടിട്ടില്ല. പക്ഷെ പലരും എന്നെ ബന്ധപ്പെടുന്നുണ്ട്. ചേച്ചി, ഞങ്ങൾ ചേച്ചിയുടെ കൂടെ വരാൻ തയ്യാറാണ്. കാരണം അവർക്കറിയാം ഞാൻ എൻ്റെ ഈ ഒരു സ്ഥാനം പോലും, ഞാൻ ഈ പാർട്ടിയിൽ നിന്ന് പോകുന്നത് പോലും ഒരു മണ്ഡലം ബസ്സിന് വേണ്ടിയിട്ടാണ് അറിയാം. അപ്പൊ അവരെ പ്രൊട്ടക്ട് ചെയ്യുന്ന കാര്യത്തിൽ പോലും ഞാൻ അത്ര സത്യസന്ധമായി നിന്നെങ്കിൽ എനിക്കിനി അതും നാളെ അതന്നെ ഞാൻ ചെയ്യുള്ളൂ. അതുകൊണ്ടായിരിക്കാം ഒന്നുമില്ലാത്ത എൻ്റെ കൂടെ ഇവരൊക്കെ ഇറങ്ങുന്നത്. കാരണം ഞാൻ കൊടുത്തത് അവർക്ക് എൻ്റെ സ്നേഹമാണ്, എൻ്റെ മനസ്സാണ്. അല്ലാണ്ട് ഒന്നും വാരി കോരി കൊടുത്തിട്ടല്ല. ഞാൻ ആകെ ഒരു സഹായം എന്ന് പറയുന്ന മനുവിൻ്റെ കുട്ടിക്ക് ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ ഞാൻ കൂടെ ഒരു സഹോദരിയായി കൂടെ നിന്ന് സഹായിച്ചു. അപ്പൊ ആള് പറയണമെങ്കിൽ രാഷ്ട്രീയം വേണ്ട, എനിക്ക് ചേച്ചി മതി. അപ്പൊ അങ്ങനെ ഒരു ബന്ധം എനിക്ക് പലരുമായിട്ടും ഈ പാർട്ടിയിലുണ്ട്. പിന്നെ അച്ഛന് വേണ്ടി പലപ്പോഴും ആൾക്കാരെ വിളിക്കുന്നതും സംസാരിക്കുന്നതും ഒക്കെ ഞാനായിരുന്നു. ഓരോ കാര്യങ്ങൾ അച്ഛന് ചെയ്തു തരും. അപ്പൊ അച്ഛൻ്റെ കളരിയിൽ നിന്ന് പഠിച്ചുകൊണ്ട് അത്യാവശ്യം കള്ളത്തരം പഠിച്ചിട്ടുണ്ട്. കാരണം അച്ഛൻ ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് അറിയാം, നമ്മൾ ആരും സ്വപ്നം പോലും കാണാത്ത കാര്യങ്ങളാണ് ചെയ്തു വെക്കുക. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ കുറച്ച് പണികളും അറിയാം. നന്നായിട്ട് ജോലി ചെയ്യാനറിയാം. എവിടേക്ക് വേണമെങ്കിൽ പോകണമെന്ന് ഇപ്പൊ ഇത്രയും ദിവസങ്ങളിലേക്ക് പറ്റാവുന്ന സ്ഥലത്തൊക്കെ ഞാൻ പോയിട്ടുണ്ട്. ഇത് കൂടാണ്ട് എൻ്റെ ബന്ധങ്ങൾ ഈ പാർട്ടിക്ക് വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. എൻ്റെ ചെറിയ ചെറിയ കഴിവുകൾ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നമുക്ക് എന്തായാലും എൻ്റെ അമ്മ മരിച്ച ദിവസമാണ്. അമ്മ മരിച്ച് 31 കൊല്ലമായി. അപ്പോൾ ഞാൻ എന്നും ഇവിടെ ബലിയിടും. ഞാൻ ഈ വീടിൻ്റെ കാര്യത്തിലൊന്നും പറയാറില്ല. ഇത് എൻ്റെ പിതാവ് എനിക്ക് തന്ന വീടാണ്. പക്ഷെ ഞാൻ നല്ല മനസ്സായതുകൊണ്ട് പറഞ്ഞു, ചേട്ടനും എന്നും വന്ന് അമ്മയുടെ അടുത്ത് തൊഴിലുണ്ട്, ഈ വീട് ഞാൻ വിൽക്കാനൊന്നും പോണില്ല. അപ്പോൾ അദ്ദേഹം വന്ന് തൊഴിലോട്ടെ ഉള്ളതുകൊണ്ട് ഞാൻ ഒപ്പിടിച്ചില്ല. അതെനിക്ക് പറ്റിയ തെറ്റാണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. കാരണം ഒരു സ്വത്ത് എന്ന് പറയുമ്പോൾ അച്ഛൻ പലപ്പോഴും പറഞ്ഞു, മോളെ നിന്റെ പേരിൽ എഴുതിക്കോ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് സെന്റിമെന്റ്സ് കൂടുതലാണ്. അപ്പൊ അങ്ങനെ ഞാൻ ഈ വീട്, പക്ഷെ എനിക്ക് സങ്കടമില്ല കേട്ടോ. ഞാൻ എൻ്റെ ചേട്ടനോട് പറഞ്ഞില്ല, ഇവിടെ ഒന്ന് താമസിക്കണമെങ്കിൽ താമസിച്ചോളൂ, ഒരു സങ്കടവും, ഞാൻ എൻ്റെ മുറി താമസിക്കും. താഴെ ചേട്ടനെ കാണാൻ കോൺഗ്രസ്സുകാർ വരും, എന്നെ കാണാൻ BJPക്കാർ വരും, അത്ര വ്യത്യാസമുള്ളൂ. അതുകൊണ്ട് എൻ്റെ സഹോദരന് ഈ വീട്ടിലേക്ക് എപ്പോഴും വെൽക്കമാണ്. പക്ഷെ ഞാൻ BJPയും അദ്ദേഹം കോൺഗ്രസ്സും ആയിരിക്കും. പിന്നെ എനിക്കൊരു സന്തോഷമുണ്ട്, ഇതിൽ എന്തെങ്കിലും ഒരു അടി കൊണ്ടാണ് ആദ്യം വരുന്നത് അങ്ങോട്ടായിരിക്കും കേട്ടോ ഈ വീട്ടിലേക്ക്. പിന്നെ ഞങ്ങൾ ഒന്നാവും. അപ്പൊ പിന്നെ ആ പ്രശ്നം എനിക്ക്, അതുകൊണ്ട് ചേട്ടൻ പറയുന്ന കാര്യത്തിലൊന്നും എനിക്കൊരു വിഷമം തോന്നാറില്ല. കാരണം അദ്ദേഹം ഇങ്ങനെയാണ്, ദേഷ്യം വരുമ്പോൾ എന്തെങ്കിലും അങ്ങ് പറയും. അത് കഴിഞ്ഞ് ആൾക്കെന്നെ സങ്കടം തോന്നി തിരിച്ചു വരും. ആളുടെ രാഷ്ട്രീയം വേറെ ആവട്ടെ, എൻ്റെ രാഷ്ട്രീയം വേറെ. എനിക്ക് എൻ്റെ പ്രസ്ഥാനം ഏതാണെന്ന് വെച്ചാൽ അത് തന്നെയാണ് വലുത്. ഞാൻ കോൺഗ്രസ് പ്രസ്ഥാനത്തിനേക്കാളും കൂടുതൽ ഇപ്പോഴത്തെ നേതാക്കന്മാരുടെ ഈ എന്താ പറയാ, ശരിക്കും പറയുകയാണെങ്കിൽ അവർ ചെയ്യുന്ന വൃത്തികേടുകളൊക്കെ പറഞ്ഞാൽ ഈ ഒറ്റ കോൺഗ്രസ്സുകാർ ഇനി അവരെ കൂടെ നിൽക്കില്ല. ആ രീതിയിലാണ് അവരിപ്പോൾ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിൽ മനസ്സും അടുത്തിട്ട് തന്നെയാണ് ഞാൻ പോകുന്നത്. ഞാൻ ഇത് വിട്ട് നാട് വിട്ട് പോയാലോ, കോൺഗ്രസിനെ പേടിച്ച് നാട് വിടാൻ ആലോചിച്ച ആളാണ്. കാരണം ഇനി പോയാൽ ഇതേമാതിരി ചീത്ത കിട്ടുമല്ലോ. അപ്പൊ പിന്നെ എനിക്ക് തോന്നി, കോൺഗ്രസ്സിൽ നിന്നിട്ട് കോൺഗ്രസ്സുകാരെ എന്നെ ചീത്ത പറയുന്നുണ്ട്, പിന്നെ എന്തിനാ ഇപ്പൊ ഇനി വേറെ പാർട്ടിയിൽ പോയിട്ട് കിട്ടിക്കോട്ടെ. അപ്പൊ ഇവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, വെറുതെ എഴുതി സമയം കളയണം. എനിക്ക് നല്ല തൊലിക്കട്ടിയൊക്കെ ആയിരുന്നു. കാരണം കുട്ടിക്കാലം മുതൽ എൻ്റെ പിതാവിൻ്റെ കൂടെ നിന്ന്
അച്ഛൻ പല കൊലക്കേസുകളിൽ പ്രതി, ഇത് ഞങ്ങൾക്ക് കോളേജിൽ പോകാൻ പറ്റിയില്ല. ഞാൻ അന്നും കോളേജിൽ പോയിരുന്നു കേട്ടോ. എല്ലാ സമയത്തും എനിക്കൊരു കോളേജിൽ പോകാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം അവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, വെറുതെ സമയം കളയണം. എനിക്ക് ഇതുവരെ ഞാൻ എല്ലാം വളരെ ജോളി ഏറ്റെടുക്കുന്ന ആളാണ്. എന്താ പറയണ്ടത്, കുറ്റം പറഞ്ഞാലും എൻ്റെ പിതാവ് ഒരു വാക്ക് കൊണ്ട് പറഞ്ഞിട്ടുണ്ട്, നമ്മളെ പറ്റി നെഗറ്റീവ് പറഞ്ഞാലും പോസിറ്റീവ് പറഞ്ഞാലും നമ്മളെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കണം, എന്നാലേ നമ്മൾ ജനശ്രദ്ധയിൽ നിൽക്കുള്ളൂ. അത് വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് എന്നെ പറ്റിയുള്ള നെഗറ്റീവ് നിർത്തരുതേ എന്നൊരു അപേക്ഷയുണ്ട്. എന്തായാലും വന്ന എല്ലാവർക്കും, ഇവരൊന്നും പാർട്ടി പ്രവർത്തകരല്ല, എൻ്റെ സഹോദരന്മാരാണ് വന്നിട്ടുള്ളത്. ആരും മോശക്കാരെന്നല്ല. മുൻമണ്ഡല പ്രസിഡന്റ്, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് അവരൊക്കെ ഉണ്ട്. ഒരു 4-5 പേരും കൂടി വരാനുണ്ട്. അവർ വൈകുന്നേരം ആകുമ്പോൾ എൻ്റെ അടുത്ത് എത്തും. കാരണം അവരെ ബ്ലോക്ക് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് കോൺഗ്രസ്സുകാർ. അപ്പൊ ഇത്ര ചെറിയ കാര്യത്തിന് പോലും അവർ പേടിച്ചു തുടങ്ങി. എന്താ കാരണം? അപ്പൊ അവർക്ക് മത്സരിക്കാൻ പോലും ആളെ കിട്ടണില്ല. ഇപ്പൊ റോബർട്ട് വധേരയൊക്കെയല്ലേ ആ വേദിയിലേക്ക് പോകാൻ പോണേ. അദ്ദേഹം പറയണത് എന്താ, പല പാർട്ടിക്കാരെന്നെ സമീപിച്ചു. ഞാൻ സത്യം പറഞ്ഞ മനസ്സ് തുറന്ന് പൊട്ടിച്ചിരിച്ച് തന്നിട്ടാ. കാരണം എനിക്ക് റോബർട്ട് വധേരനെ പറ്റി നന്നായിട്ട് അറിയാം. ഇത്രയും ഗതി കെട്ടുമോ കോൺഗ്രസ് പാർട്ടിയിൽ മാത്രം എനിക്ക് അവരോട് ചോദിക്കാനില്ല. അത് ഇനി ആള് നിന്നാലും അതിശയിക്കാനില്ല കേട്ടോ, ആള് എന്തും ചെയ്യും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇവർക്ക് ഭയങ്കര. ഇപ്പൊ ഞാൻ പറയായിരുന്നു, ഒരു മണ്ഡലം പ്രസിഡന്റ് വന്ന അടുത്ത മണ്ഡലം പ്രസിഡന്റ് ആക്കാൻ ഇവർക്ക് ആളില്ല. പിന്നെ വെച്ചവരെന്നെ വെക്കുക, അല്ലെങ്കിൽ അവർക്ക് സ്തുതി പാടുന്നവരെ വെക്കുക. ഇതൊക്കെ കണ്ടും മടുത്തിട്ട് തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് ഒരു റിഗ്രറ്റും ഇല്ല. എനിക്ക് ഏറ്റവും സന്തോഷമാണ്. കാരണം ഇന്ന് എൻ്റെ അമ്മ മരിച്ച ദിവസമായതുകൊണ്ട് ഒരു രാഷ്ട്രീയക്കാർക്ക് ഏറ്റമല്ല ഞാൻ അവിടെ നിന്ന് പറയുന്നത്, ഒരു മനുഷ്യനല്ല ഞാൻ പറയുന്നത്. ഏറ്റവും സന്തോഷിച്ച ദിവസങ്ങളാണ് കഴിഞ്ഞ ഒരു മാസം. മനസ്സമാധാനം അതെനിക്ക് ഇപ്പോൾ കിട്ടുന്നുണ്ട്. വേറെ ഒന്നും കിട്ടില്ല, എനിക്ക് കുഴപ്പമില്ല. അതാണ് എന്തായാലും ഇവരെ ഇനി തുടങ്ങിയിട്ടേ ഉള്ളൂട്ടാ. ഇവരത്തിലൊന്നും നിർത്തില്ല ഞാൻ. ഇനി ഞാൻ തുടങ്ങും. ഇനിയിപ്പോൾ അസംബ്ലി ഒന്ന് കഴിഞ്ഞോട്ടെ, അല്ല തെരഞ്ഞെടുപ്പ് ഒന്ന് കഴിഞ്ഞോട്ടെ. അത് കഴിഞ്ഞാൽ സമയം കിട്ടും. എല്ലാ സ്ഥലത്തും ഞാൻ പോകും പറ്റണ വരെ. കാരണം എനിക്കറിയാം, അവരെന്നോട് സങ്കടം പറയുന്ന ആൾക്കാരെ എനിക്കറിയാം. ഇവരെല്ലാവരും സങ്കടം പറഞ്ഞിരുന്ന എന്നോടാ, കോൺഗ്രസ്സുകാർ പലരും. അപ്പൊ എനിക്ക് ആളെ പിടിക്കാൻ എളുപ്പം, നേരെ പോയി അവരെ കിട്ടി കൊണ്ടുവന്നാൽ മതി. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും സങ്കടപ്പെട്ട അവരവിടെ നിൽക്കണം. അങ്ങനെ കുറേ ആളുകളുണ്ട്. അവര് ബി ജെ പിയോടാണ് അവർക്ക് താല്പര്യം. ഞാൻ സംസാരിച്ചപ്പോൾ ഞാൻ പലരോടും വെറുതെ മനസ്സറിയാൻ ചോദിക്കുന്നത്. പിന്നെ മാർക്സിസ്റ്റ് പാർട്ടിയിൽ അതെത്ര കാലം കൂടി ഉണ്ടാവും. അപ്പൊ അവർക്ക് ആ വിവരം. അതുകൊണ്ട് അതിലേക്ക് ഞങ്ങൾക്ക് പോകാൻ താല്പര്യമില്ല. ഞങ്ങൾ ബി ജെ പിയിലേക്കാണ്. അപ്പൊ അതുകൊണ്ട് ഇനിയും ശക്തമാക്കാൻ ഭഗവാൻ എനിക്ക് ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം. എനിക്ക് അവിടുന്ന് കിട്ടിയ കുത്തിപ്പിട കുത്തരുതാരും എന്നെ. കാരണം ഞാൻ അത്രയും പ്രതീക്ഷയോടുകൂട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ എല്ലാവരോടും, അല്ലെങ്കിലും രാഷ്ട്രീയം ഞങ്ങൾ പറയട്ടെ എതിര് നിന്ന ആൾക്കാരാണ്. എന്നിട്ട് പോലും ഞാൻ ആളുകളൊക്കെ വിളിക്കും, സംസാരിക്കുകയൊക്കെ ചെയ്യും. എനിക്ക് അങ്ങനെ ഒരു വ്യക്തി വൈരാഗ്യം എനിക്കൊന്നും അങ്ങനെയില്ല. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. നിങ്ങളുടെ ഒരു സഹോദരിയായിട്ട് എന്നെ കൂട്ടി എല്ലാത്തിനും ഞാൻ മുമ്പിലുണ്ടാവും. പേടി എന്ന് പറയുന്ന സാധനം എനിക്കില്ല. അത് ആദ്യം പറയാം. അത് എനിക്ക് തോന്നുന്നു കുട്ടിക്കാലം തൊട്ട് ചുറ്റും പോലീസും ഇവരൊക്കെ കണ്ട് ആ പേടിയൊക്കെ തീർന്നു. കാരണം അച്ഛനെ അറസ്റ്റ് ചെയ്യാനാ പോലീസ് വന്നിട്ടുള്ളത്. അപ്പൊ എന്നെയും പുള്ളിയാണ്ടി കെട്ടിപ്പിടിച്ച് കയറുന്ന അമ്മയുടെ മുഖം എൻ്റെ മനസ്സിൽ. അവിടെ നിന്ന് വളർന്ന് എനിക്ക് എന്ത് പേടി ഇനി ഈ പ്രായത്തില്. അപ്പൊ അതുകൊണ്ട് ശക്തമായിട്ട് കൂടെ ഉണ്ടാവും. എല്ലാവരും ഇനി തിരിച്ചറിഞ്ഞ് ഇതിലേക്ക് വരണം. വേറെ ഒന്നുമില്ല, മോദിജി എന്ന് പറയുന്ന ഒരു വ്യക്തിയോടുള്ള ആരാധനയാണ് സത്യം പറഞ്ഞാൽ എന്നെ ഇതിലെത്തിച്ചത്. കാരണം അദ്ദേഹം സ്വന്തം കുടുംബമായിട്ട് കാണുന്നത് ഇന്ത്യ മഹാരാജ്യത്തെയാണ്. പിന്നെ അദ്ദേഹം സ്ത്രീകളോട് കാണിക്കുന്ന റെസ്പെക്ട് ഞങ്ങളുടെ ഇല്ലാത്തത്, പണ്ടുണ്ടാവാത്തൊരു കാര്യമാണ് ഇപ്പം ഞാൻ കണ്ടുപിടിക്കുന്നത്. ഇതെല്ലാം കൂടിയാണ് ഞാൻ പാർട്ടിയിലേക്ക് വന്നത്. പിന്നെ ഇത്തിരി മനസ്സമാധാനം ആഗ്രഹിച്ചത്. ഇത് രണ്ടും കൂടിയായപ്പോൾ ഞാൻ ബി ജെ പിയിലേക്ക് എത്തിയെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഭാവങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് അംഗത്വമെടുക്കാൻ എത്തിയ മുഴുവൻ കോൺഗ്രസ് നേതാക്കന്മാരെയും പ്രവർത്തകരെയും സ്വാഗതം ചെയ്യുന്നു. അതുവേണ്ടി ഞാൻ പേരുകൾ വിളിക്കാം. അവരൊക്കെ തന്നെ ഇവിടെ വന്ന് ഷോളിട്ട് മെമ്പർഷിപ്പ് സ്വീകരിക്കാം. ആദ്യമായിട്ട് തൃശ്ശൂർ നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റായ ശ്രീ മനു പള്ളം.
അടുത്തതായി കോൺഗ്രസിന്റെ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ശ്രീ കെ രാധാകൃഷ്ണൻ. കോൺഗ്രസ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ശ്രീ കെ കെ രാധാകൃഷ്ണൻ. ബ്ലോക്ക് ജനറൽ സെക്രട്ടറി എ ആർ മനോജ്. ബ്ലോക്ക് ജനറൽ സെക്രട്ടറി അതുപോലെ തന്നെ പത്മചേച്ചിയുടെ സന്തത സഹചാരിയായിട്ടുള്ള ശ്രീ എ ആർ മനോജിനെ BJP-യിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി യൂത്ത് കോൺഗ്രസിന്റെ ഉള്ളൂക്കര മണ്ഡലം പ്രസിഡന്റ് ശ്രീ വിവേക്. പുറത്തേക്ക് പോയിക്കാൻ സെക്രട്ടറി മണി ഷാജു, സന്തോഷ്. ഒന്ന് വഴി വിട്ടു കൊടുത്താൽ മുമ്പിലേക്ക് വരാം. ശിവശങ്കരി എസ്, ടി എൻ രാമനാഥൻ, സംഗീത പി കെ, സ്മിജേഷ്, എബി, മിഥുൻ, ജിതിൻ, ഹരീഷ്, സഞ്ജയ്, സനൽ, വിഷ്ണു, ജഗൻ, അബി. മുമ്പിലേക്ക് എല്ലാവരും മുമ്പിലേക്ക് ഒരു പേര് വിളിച്ചാൽ. വിമൽ, സഞ്ജയൻ, സൈമൺ, രാഹുൽ. പേര് വിളിക്കാൻ വിട്ടുപോയ ഏതെങ്കിലും പ്രവർത്തകരുണ്ടെങ്കിൽ ദയവ് ക്ഷമിക്കുക, എല്ലാവരും മുമ്പിലേക്ക് വരിക. മെമ്പർഷിപ്പ് സ്വീകരിച്ച ആളുകൾ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കണം. എല്ലാവരും ഷാൾ ഇട്ടുകൊണ്ട് നമുക്ക് ഇവിടെ തന്നെ സ്റ്റേജിൽ തന്നെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാം. മെമ്പർഷിപ്പ് സ്വീകരിച്ച എല്ലാവരും മുമ്പിലേക്ക് വരിക. എബി, മിഥുൻ, ബാലേട്ടാ ഇരിക്കോ? ചേട്ടാ